മകളെ, ജെറുസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും, ബാലികാ ബാലന്മാരെയും, യുവജനങ്ങളെയും, ദമ്പതികളെയും, ഏകസ്ഥരെയും, പ്രേക്ഷിതരെയും, അപ്പസ്തോല ഗണങ്ങളെയും, സഹനപ്പൂക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായി അർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈശോയ്ക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? നമ്മൾ വചനം ശ്രവിക്കാൻ ദാഹത്തോടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ചിലർ പുസ്തകത്തിൽ എഴുതിയെടുക്കുന്നു, ചിലർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു. മക്കളെ, മനുഷ്യന് മാത്രമുള്ള 4 ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബുദ്ധിശക്തി, സ്വാതന്ത്ര്യം, മനസ്സാക്ഷി, അമർത്യത. ഇതാണ് ഒരു മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യനാക്കി തീർക്കുന്നത്, ഒരച്ഛനെ കൂടുതൽ നല്ല അച്ഛനാക്കി തീർക്കുന്നത്, ഒരു സമർപ്പിതനെ, ശുശ്രൂഷകനെ കൂടുതൽ നല്ലവനാക്കി തീർക്കുന്നത്. കർത്താവിൻ്റെ വചനം തരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 20-ാം വാക്യം. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്ത് വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. നല്ല മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമുള്ളവർ എന്ന് പറഞ്ഞാൽ നിർമ്മലമായ വിശുദ്ധമായ ഹൃദയമുള്ളവർ. അവർക്കാണ് വചനം ശ്രവിക്കാനും ഫലം പുറപ്പെടുവിക്കാനും അനേകരിലേക്ക് എത്തിച്ചു ചേർക്കാനും പരിശുദ്ധാത്മാവ് അവരെ പ്രേരിപ്പിക്കുന്നത്. ധനികനോ ദരിദ്രനോ, അറിവുള്ളവനോ അറിവ് കുറഞ്ഞവനോ, സ്വദേശിയോ വിദേശിയോ, അതുപോലെ തന്നെ സ്ത്രീയോ പുരുഷനോ ആരുമായിക്കൊള്ളട്ടെ, നല്ല ഹൃദയത്തിൽ വചനം വീഴുമ്പോഴാണ് 100 മേനി ഫലം നൽകുന്നത്. മനസ്സിൽ ആരെയും പുച്ഛിക്കരുത്, വിലക്കെട്ടവയെ ചിന്തിക്കരുത്. എല്ലാവരും വിലപ്പെട്ടവരാണ്, എല്ലാവരും ബഹുമാന്യരാണ്. ആരെയും മുറിപ്പെടുത്തരുത്, ആരെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജീവിക്കുന്നവരാണ് നല്ല മണ്ണിൽ വീണ വിത്ത് എന്ന് പറയുന്നത്. മനുഷ്യത്വത്തെ മഹത്വമായി കാണുക എന്ന് പറഞ്ഞാൽ സ്നേഹം, കരുണ, ഔദാര്യം ഇത് കാണിക്കുന്നവരാണ് നല്ല മനോഭാവമുള്ള നല്ല മണ്ണ് എന്ന് പറയുന്നത്. വിനയം, വിധേയത്വം, നല്ല മനസാക്ഷി, അവരാണ് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനം എന്ന് പറയുന്നത്. ദൈവത്തിനും മനുഷ്യർക്കും എപ്പോഴും പ്രിയമുള്ളത് ചിന്തിക്കുകയും പ്രിയമുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വചനം എന്ന് പറയുന്നത്. മകളെ, വചനം നമ്മുടെ ഹൃദയമാകുന്ന വളക്കൂറുള്ള മണ്ണിൽ വീണ് അനേകായിരങ്ങളിലേക്ക് നിങ്ങളിലൂടെ വെളിച്ചം പകരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ ഇതാ നിന്റെ മുമ്പിൽ നിൽക്കുന്നു, കാണുന്നില്ലേ? കർത്താവിൽ നിന്ന് തന്നെ ആശീർവദിക്കുന്നു. നിന്റെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ കർത്താവ് ഏറ്റെടുക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ ഈ വലിയ സ്നേഹ കൂട്ടായ്മയോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.